നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യം കോവിഡ് പ്രതിസന്ധി മറികടന്നെന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ. അബുദാബിയിൽ ബ്ലൂ സ്കൂൾ പദ്ധതി. കോവിഡ് പ്രതിരോധ നടപടികളിൽ ഇളവുകൾ വരും. 1.5 വർഷമായി കാണാതായ മലയാളി യുവാവ് മരിച്ചതായി സ്ഥിരീകരണം. തുടർച്ചയായി 4ാം ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം 200-ൽ താഴെ. കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറുന്നതിന് TC നിർബന്ധമല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. UAE കോവിഡ് പ്രതിസന്ധിയെ അതിജീവിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ. മഹാമാരി നൽകിയത് പുതിയ ജീവിത പാഠങ്ങളെന്നും പ്രതിസന്ധികൾ ഇന്ന് തരണം ചെയ്യുമ്പോൾ നന്ദി പറയുന്നത് ദൈവത്തിനെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. اليوم هذا يوم مبارك في شوفة الوجوه الطيب. കുട്ടികൾ സ്കൂളുകളിൽ മടങ്ങിയെത്തി. ഓഫീസുകൾ സജീവമായി. ജനങ്ങൾ അവധിക്കാലം ആഘോഷിച്ചു തുടങ്ങി. UAEയിലെ ജനജീവിതം സാധാരണ സാഹചര്യത്തിലേക്ക് മടങ്ങുമ്പോൾ നന്ദി പറയുന്നത് പരമകാരുണ്യവാനായ ദൈവത്തോടാണ്. UAE ഉപസർവ സൈന്യാധിപനും അബുദാബി കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി UAEയിലെ കോവിഡ് രോഗികളുടെ എണ്ണം 200-ൽ താഴെയാകുകയും ലോകരാജ്യങ്ങളിൽ കോവിഡ് പ്രതിരോധത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ UAE മുൻനിരയിൽ എത്തുകയും ചെയ്തതോടെയാണ് ഭരണാധികാരിയുടെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ എത്തിയിരിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ നടത്തിയ പഠനത്തിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിത നഗരമായി അബുദാബി മാറുകയും 5ാമത്തെ സ്ഥാനത്ത് ദുബായ് എത്തുകയും ചെയ്തിരുന്നു. 20.2 മില്യൺ വാക്സിൻ നൽകി ലോകത്ത് ഏറ്റവും അധികം വാക്സിൻ നൽകിയ രാജ്യമായി UAE മുൻപന്തിയിലെത്തി. രാജ്യത്തെ 95% പേരും 1 ഡോസ് വാക്സിനും 85% പേർ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദുബായ്. അബുദാബിയിലെ സ്കൂളുകളിൽ ബ്ലൂ സ്കൂൾ പ്രോട്ടോകോൾ അടുത്ത ടേം മുതൽ നടപ്പിൽ വരുത്തും. കോവിഡ് പ്രതിരോധ നടപടികളിൽ ഇളവ് വരുത്തി സാധാരണ രീതിയിലേക്ക് പ്രവർത്തനങ്ങളെ മടക്കി കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടാണ് ബ്ലൂ സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത്. അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച മാർഗരേഖകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ബ്ലൂ സ്കൂൾ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ അധ്യയന വർഷത്തിന്റെ 2ാം ടേം മുതൽ നടപ്പിലാക്കുന്ന ബ്ലൂ സ്കൂൾ സംരംഭം കുട്ടികൾ സ്വീകരിച്ച പ്രതിരോധ കുത്തിവയ്പ്പിനെ അടിസ്ഥാനമാക്കിയാണ് നടപ്പിലാക്കുന്നത്. തലസ്ഥാനത്തെ സ്കൂളുകളെ 4 വിഭാഗങ്ങളായി തിരിക്കും. 50% താഴെ വിദ്യാർത്ഥികൾ വാക്സിനേഷനുള്ള സ്കൂളുകൾ ഓറഞ്ച്, 50 മുതൽ 60% വരെ വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകിയ സ്കൂളുകൾക്ക് മഞ്ഞ, 65 മുതൽ 84% വരെ വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷനുള്ള സ്കൂളുകൾക്ക് പച്ച, 85% അതിനു മുകളിലും വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകിയ സ്കൂളുകൾക്ക് നീല എന്നിങ്ങനെയാണ് തരംതിരിക്കുന്നത്. ഉയർന്ന പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത സ്കൂളുകൾക്ക് സാമൂഹ്യ അകലം പാലിക്കൽ, മാസ്ക്, ക്ലാസുകളിലും ബസ്സുകളിലും അനുവദിക്കാവുന്ന കുട്ടികളുടെ എണ്ണം, പാഠ്യേതര പ്രവർത്തനങ്ങൾ, സ്കൂളിലെ പരിപാടികൾ, ഫീൽഡ് യാത്രകൾ എന്നിവയിൽ കൂടുതൽ ഇളവുകൾ നൽകാനാണ് തീരുമാനം. കുട്ടികൾക്കായി പ്രത്യേക അഡ്നെക് വാക്സിനേഷൻ സെന്റർ ഉൾപ്പെടെ അബുദാബിയിലുടനീളമുള്ള വിവിധ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ സൗജന്യ വാക്സിനുകൾ ലഭ്യമാണ്. 12 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികൾക്കായി ഫൈസർ ബയോടെക് വാക്സിനും ലഭ്യമാണ്. കൂടാതെ 3 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള കുട്ടികൾക്ക് സിനോഫാമും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അബുദാബി. UAEയിലെ പൗരത്വം, താമസ വിസ തുടങ്ങിയ നിർണായകമായ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കുന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ കസ്റ്റംസ്, തുറമുഖ സുരക്ഷിതത്വ അതോറിറ്റികൾ കൂടി ഒന്നിച്ചു ചേർത്താണ് പുനഃസംഘടന നടത്തിയിരിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ഉത്തരവ് പ്രകാരമാണ് രാജ്യത്തെ 3 പ്രധാന സ്ഥാപനങ്ങളുടെ ഏകീകരണം സാധ്യമാക്കിയിരിക്കുന്നത്. ദ ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റി ആൻഡ് ദ ജനറൽ അതോറിറ്റി ഓഫ് പോർട്സ്, ബോർഡേഴ്സ് ആൻഡ് ഫ്രീ സോൺ സെക്യൂരിറ്റി എന്നിവയെ കൂടി ലയിപ്പിച്ചാണ് പുതിയ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. പൗരത്വം, പാസ്പോർട്ട്സ്, രാജ്യത്തേക്കുള്ള പ്രവേശനം, താമസരേഖ, തുറമുഖ വികസനം, അതിർത്തികൾ, ഫ്രീ സോൺ മേഖലകളുടെ സുരക്ഷിതത്വം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളാണ് പുതിയ അതോറിറ്റിക്ക് കീഴിൽ വരിക. നയരൂപീകരണം നടത്തുന്നതും തന്ത്രങ്ങളും നിയമങ്ങളും നിർമ്മിച്ച് നടപ്പിലാക്കുന്നതും പുതിയ അതോറിറ്റിയാകും. ഫ്രീ സോൺ ലൈസൻസ്, നികുതി നിരക്കുകളുടെ ഏകീകരണം തുടങ്ങിയ ചുമതലകളും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അബുദാബി. UAEക്ക് പുറത്തുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് UAEയിലിരുന്ന് ജോലി ചെയ്യുന്നതിന് അനുമതി നൽകുന്ന
വിർച്വൽ വിസയ്ക്കുള്ള നടപടിക്രമങ്ങൾ അറിയിച്ചു. വെർച്വൽ താമസ വിസ ലഭിക്കുന്നതിന് 5 രേഖകളാണ് സമർപ്പിക്കേണ്ടത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷകർ വർക്ക് ഫ്രം ഹോം ആണെന്ന് തെളിയിക്കുന്ന രേഖ, $3500 അതിന് സമാനമായ തുകയോ മാസവേതനമുണ്ടെന്ന രേഖ, ആരോഗ്യ ഇൻഷുറൻസ്, പാസ്പോർട്ട് പകർപ്പ്, മെഡിക്കൽ റിപ്പോർട്ട് എന്നിവയാണ് ആവശ്യമായ രേഖകൾ. 300 ദിർഹമാണ് വിസ ഫീസ്. എല്ലാ നടപടികളും ഓൺലൈനിൽ പൂർത്തിയാക്കാം. വെർച്വൽ വിസയുള്ളവർക്ക് ഇതര താമസ വിസക്കാരെ പോലെ UAE എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദുബായ്. ലുലു എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്നു സെൻഡ് സ്മാർട്ട് വിൻ സ്മാർട്ട്. ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി ആപ്പ് വഴിയോ പണം അയക്കൂ. നേടൂ 1000-ലധികം സമ്മാനങ്ങൾ. 2 kg ഗോൾഡ്, 250,000 ദിർഹംസ് വില വരുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കൂടാതെ ഒരു പുത്തൻ പുതിയ ടെസ്ല മോഡൽ 3 ഫോർ എ ലിമിറ്റഡ് ടൈം ഓൺലി. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. അബുദാബിയിൽ 500 ഡോക്ടർമാർക്ക് ഗോൾഡൻ വിസ നൽകിയതായി വെളിപ്പെടുത്തൽ. ആരോഗ്യമേഖലയ്ക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തെയും ആരോഗ്യമേഖലയിൽ കഴിവ് തെളിയിച്ചവരെ രാജ്യത്ത് നിലനിർത്തേണ്ട ആവശ്യകതയെയും പരിഗണിച്ചാണ് ഇത്രയധികം പേർക്ക് ഗോൾഡൻ വിസ നൽകിയിരിക്കുന്നത്. നോർക്ക റൂട്ട്സ് വഴി കേരള സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും സംശയ നിവാരണത്തിനുമായി സൂം വഴി ഓൺലൈൻ സംഗമം സംഘടിപ്പിക്കുന്നു. 8-ാം തീയതി രാത്രി 7 മണി മുതലാണ് പരിപാടി നടക്കുകയെന്ന് കേരള പ്രവാസി ഫോറം റാസൽ ഖൈമ ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ നോർക്ക പ്രതിനിധി ശ്രീലത സംസാരിക്കും. സൂമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 050-894-5355 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലിങ്ക് അയച്ചു കൊടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാഷ്ട്രീയ കാർട്ടൂണുകളുടെ കുലപതി കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 11-ന് ചിറ്റൂർ സെന്റ് മേരീസ് സെമിത്തേരിയിൽ നടക്കും. 6 പതിറ്റാണ്ടിലേറെയായി രാജ്യത്തെ എണ്ണം പറഞ്ഞ കാർട്ടൂണിസ്റ്റുകളിൽ ഒരാളാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ മുൻ പ്രസിഡന്റായ യേശുദാസൻ മലയാള മനോരമയിൽ ദീർഘകാലം കാർട്ടൂണിസ്റ്റായിരുന്നു. ജനയുഗം, ശങ്കേഴ്സ് വീക്കിലി, ബാലയുഗം, കട്ട് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ പ്രവർത്തിച്ചു. KG ജോർജിന്റെ പഞ്ചവടി പാലത്തിന് സംഭാഷണം എഴുതി. എന്റെ പൊന്നുതമ്പുരാൻ എന്ന സിനിമയുടെ തിരക്കഥയും എഴുതിയിട്ടുണ്ട്. മികച്ച കാർട്ടൂണിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡ് പലവട്ടം ലഭിച്ചിട്ടുണ്ട്. മേഴ്സിയാണ് ഭാര്യ. 1.5 വർഷം മുമ്പ് റിയാദിൽ കാണാതായ കരുനാഗപ്പള്ളി സ്വദേശി യുവാവ് മരിച്ചതായി സ്ഥിരീകരിച്ചു. കൊല്ലം കരുനാഗപ്പള്ളി കല്ലേലി സ്വദേശിയും അസീസിയ പച്ചക്കറി മാർക്കറ്റിൽ സെയിൽസ്മാനുമായിരുന്ന താജുദ്ദീൻ അഹമ്മദ് കുട്ടി എന്ന 38-കാരനെയാണ് കാണാതായത്. 1 മാസത്തോളം മോർച്ചറിയിൽ സൂക്ഷിച്ച അജ്ഞാത മൃതദേഹം ബന്ധുക്കൾ ആരും എത്താത്തതിനെ തുടർന്ന് കബറടക്കുകയായിരുന്നുവെന്ന് ഷിഫ പോലീസ് അറിയിച്ചു. 2020 മെയ് 17-ന് റിയാദ് ഷിഫയിലെ ഒരു ഒഴിഞ്ഞ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. ഫുജറ വേൾഡ് മലയാളി കൗൺസിലിന്റെ UAE-യിലെ 8ാമത്തെ പ്രൊവിൻസായ ഫുജറ പ്രൊവിൻസിന്റെ ഉദ്ഘാടന ചടങ്ങ് വേൾഡ് മലയാളി കൗൺസിൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ നിർവഹിച്ചു. വിവിധ കലാപരിപാടികളോടെ വർണ്ണാഭമായ ചടങ്ങിൽ ഗ്ലോബൽ VP അഡ്മിൻ CU മത്തായി, മിഡിൽ ഈസ്റ്റ് ചുമതലയുള്ള VP ചാൾസ് പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മിഡിൽ ഈസ്റ്റ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. UAE മംഗലം KMCC നിർമ്മിച്ചു നൽകുന്ന ബൈത്തുർ റഹ്മ സമർപ്പണവും പൊതുസമ്മേളനവും നടന്നു. ഉദ്ഘാടനം പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് M അബ്ദുള്ളക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞൂട്ടി, തിരൂർ മുനിസിപ്പൽ ചെയർമാൻ AP നസീമ തുടങ്ങിയവർ പങ്കെടുത്തു. അബുദാബി സൗത്ത് സോൺ KMCCയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ബൈത്തുർ റഹ്മ ഭവന നിർമ്മാണ പദ്ധതിക്ക് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി തറക്കല്ലിട്ടു. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ മുഖ്യാതിഥിയായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഭീമാപ്പള്ളി റഷീദ്, ജില്ലാ പ്രസിഡന്റ് തോന്നക്കൽ ജമാൽ, അബുദാബി KMCC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് ഖാൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി റൌഫ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. KMCC ഭാരവാഹികളായ ഷാനവാസ് പുളിക്കൽ, സഫീഷ് അസീസ്, നിസാമുദ്ദീൻ പനവൂർ, ഷാനവാസ് ഖാൻ, അഹമ്മദ് കബീർ റിഫായി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ലുലു എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്നു സെൻഡ് സ്മാർട്ട് വിൻ സ്മാർട്ട്. ലുലു എക്സ്ചേഞ്ച് വഴിയോ ലുലു മണി ആപ്പ് വഴിയോ പണം അയക്കൂ. നേടൂ 1000-ലധികം സമ്മാനങ്ങൾ. 2 kg ഗോൾഡ്, 250,000 ദിർഹംസ് വില വരുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കൂടാതെ ഒരു പുത്തൻ പുതിയ ടെസ്ല മോഡൽ 3 ഫോർ എ ലിമിറ്റഡ് ടൈം ഓൺലി. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. 2014 ഹോൾഡിംഗ്സ് MD-യായ അദീബ് അഹമ്മദ് വേൾഡ് ടൂറിസം ഫോറം ഉപദേശക സമിതിയിൽ ബോർഡ് അംഗമായി അദ്ദേഹം ചുമതലയേൽക്കുന്നതോടെ വിനോദസഞ്ചാര മേഖല അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാകും.
വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടുന്നതാണ് അഡ്വൈസറി ബോർഡ്. നവംബർ 16-17 തീയതികളിൽ WTF-ൽ സ്വിറ്റ്സർലൻഡിൽ സംഘടിപ്പിക്കുന്ന ഇന്നൊവേഷൻ ഫെസ്റ്റിവലിൽ അദീബ് അഹമ്മദ് പങ്കെടുക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ UAE ഭരണകൂടം ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. കാന്തപുരം നടത്തുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഗോൾഡൻ വിസ നൽകി ആദരിച്ചത്. UAEയും ജാമിയ മർക്കസും തമ്മിൽ നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ബന്ധം, വിദ്യാഭ്യാസ വിനിമയം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയും ആദരവിന് കാരണമായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന പ്രതിഭകൾക്ക് UAE ഭരണകൂടം നൽകുന്നതാണ് 10 വർഷത്തെ ഗോൾഡൻ വിസ. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ഗോൾഡൻ വിസ ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് കാന്തപുരം. UAEയിൽ ഇന്നും കോവിഡ് രോഗികളുടെ എണ്ണം 200-ൽ താഴെ. ഇന്ന് 156 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതായും 216 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2,98,908 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ കോവിഡ് രോഗബാധ മൂലം UAEയിൽ മരിച്ചവരുടെ എണ്ണം 2,107 ആയി. 4,813 പേർക്ക് മാത്രമാണ് UAEയിൽ ഇപ്പോൾ രോഗബാധയുള്ളത്. Except to say I love you. Hypermarket, home delivered. luluhypermarket.com. കേരളത്തിലെ ഇന്നത്തെ കോവിഡ് സ്ഥിതി വിവര കണക്കുകൾ. കേരളത്തിലെ ഇന്നത്തെ മറ്റ് പ്രധാന വാർത്തകളുമായി ടോപ്പ് 10 ന്യൂസിലൂടെ അബ്ദുൾ ജമീഷ്. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. നിലമ്പൂർ MLA PV അൻവർ നിയമസഭയിൽ എത്താത്തത് ചർച്ചയാകുന്നു. 15ാം സമ്മേളനത്തിന്റെ 3ാം സമ്മേളനം തുടങ്ങി ഇതുവരെയും PV അൻവർ സഭയിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ സമ്മേളനത്തിൽ ഒരു ദിവസം പോലും PV അൻവർ പങ്കെടുത്തില്ല. അവധി അപേക്ഷ പോലും നൽകാതെയാണ് ഈ വിട്ടുനിൽക്കലെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. അതിനിടെ PV അൻവർ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം LDF നിലപാടെടുക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കോവിഡ് ബാധിച്ച് നെഗറ്റീവായതിനു ശേഷം 1 മാസം വരെയുള്ള തുടർ ചികിത്സ സൗജന്യമായി നൽകാനാകുമോ എന്ന് സർക്കാരിനോട് കേരള ഹൈക്കോടതി. കോവിഡ് ബാധിച്ച സമയത്തേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നത് നെഗറ്റീവായ ശേഷമാണെന്നും അതിനാൽ കോവിഡ് തുടർ ചികിത്സ സൗജന്യമായി നൽകാനാകുമോ എന്നും സർക്കാരിനോട് കോടതി ആരാഞ്ഞു. കോവിഡ് നെഗറ്റീവായി 1 മാസം വരെയുള്ള മരണം കോവിഡ് മരണമായി സർക്കാർ കണക്കാക്കുന്നുണ്ട്. സമാന പരിഗണന കോവിഡാനന്തര ചികിത്സയ്ക്കും ലഭിക്കേണ്ടതല്ലേ എന്നും കോടതി ആരാഞ്ഞു. സംസ്ഥാനത്തെ +1 സീറ്റ് ക്ഷാമം അതിരൂക്ഷം. 2ാം ഘട്ട അലോട്ട്മെന്റ് തീർന്നപ്പോൾ ബാക്കിയുള്ളത് 655 മെറിറ്റ് സീറ്റ് മാത്രമാണ്. SSLCക്ക് എല്ലാറ്റിനും A+ കിട്ടിയ കുട്ടികൾ പോലും വൻതുക കൊടുത്ത് മാനേജ്മെന്റ് കോട്ടയെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അലോട്ട്മെന്റ് തീർന്നാൽ സീറ്റ് മിച്ചം വരുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം. കോവിഡ് കാലത്ത് സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥിക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ TC ഇല്ലാതെ ചേരാമെന്ന് നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ചില സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തെ വളരെ ഗൗരവമായി കാണുന്നതായും മന്ത്രി പറഞ്ഞു. മലപ്പുറം കാടാമ്പുഴയിൽ പൂർണ്ണ ഗർഭിണിയായ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മുഹമ്മദ് ഷെരീഫിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് മഞ്ചേരി കോടതി. പ്രതി 2,75,000 രൂപ പിഴയും ഒടുക്കണം. കാടാമ്പുഴ സ്വദേശി ഉമ്മുസൽമ, മകൻ ദിൽഷാദ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. 2017 മെയ് 22-നായിരുന്നു കൊലപാതകം. മോൻസൺ മാവുങ്കലിനെതിരായ കേസുകൾ അന്വേഷിക്കുന്ന സംഘത്തെ വിപുലീകരിച്ചു. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് വിപുലീകരിച്ചിരിക്കുന്നത്. കൊച്ചി സൈബർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 10 പേരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവി S ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കാട്ടിലേക്ക് തുരത്താൻ 13 റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി നിയമസഭയെ അറിയിച്ചത്. കാർഷിക വിളകൾക്കുള്ള നഷ്ടപരിഹാരം ഇപ്പോഴുള്ളത് കുറവാണ് എന്ന് ശശീന്ദ്രൻ തന്നെ നിയമസഭയിൽ സമ്മതിച്ചു. വിള ഇൻഷുറൻസ് എടുക്കാൻ കർഷകർ തയ്യാറാകണമെന്നാണ് മന്ത്രിയുടെ ഉപദേശം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കരമടച്ച ആരുടെയും
രൂപയും പണം നഷ്ടപ്പെടില്ല എന്ന മേയറുടെ ഉറപ്പ് വെറും വാക്കാകുന്നു. 3 കൊല്ലം കരമടച്ച രസീത് കയ്യിലില്ലാത്തതിനെ തുടർന്ന് ഒരാൾക്ക് 3 വർഷത്തെ കരം വീണ്ടും അടയ്ക്കേണ്ടി വന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു. അടച്ച കരം കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യാത്തതിനെ തുടർന്ന് കോർപ്പറേഷൻ പരിധിയിലെ നിരവധി പേരാണ് ഇങ്ങനെ പ്രതിസന്ധിയിലായത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള റെമഡിയേഷൻ സെൽ നിർജീവമാണ് എന്ന് നിയമസഭയിൽ സമ്മതിച്ച് സാമൂഹ്യനീതി മന്ത്രി ആർ ബിന്ദു. വിഷയം സഭയിൽ കൊണ്ടുവന്ന് പ്രതിപക്ഷം ഇരകൾക്ക് കോടതി ഉത്തരവിട്ട നഷ്ടപരിഹാരം പോലും നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി. അതേസമയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ടുമുണ്ട്. പോപ്പുലർ ഫിനാൻസ് സ്ഥാപനത്തിന്റെ എല്ലാ ശാഖകളും അടച്ചുപൂട്ടി സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി എല്ലാ ക്രയവിക്രയങ്ങളും മരവിപ്പിച്ച് റിപ്പോർട്ട് CBIക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും ഓരോ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് കോടതിയെ ബഡ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ വിചാരണ ചെയ്യുന്നതിനുള്ള കോടതികളാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. You're so easy. Get it some. Come and save me. Get it some. Ain't nothing I can do except to say I love you. Hypermarket. Home delivered. luluhypermarket.com. UAE ഇന്നത്തെ കാലാവസ്ഥ. Weather updates brought to you by Redex Media Event Management Abu Dhabi. Redex Media Event Management Abu Dhabi. Being one of the leading media and entertainment companies in UAE, our mission is fulfilling your needs beyond your expectation in event management, aerial filming, underwater filming, indoor and outdoor photography, live webcasting, social media optimization, and multi-cam shooting. Contact us. Redex Media Event Management, Abu Dhabi, 0264 10050 05656 80050. Visit www.redexmedia.ae. സ്വർണ്ണവില. വിനിമയ നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കോവിഡ് പ്രതിസന്ധി മറികടന്നെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ. അബുദാബിയിൽ ബ്ലൂ സ്കൂൾ പദ്ധതി കോവിഡ് പ്രതിരോധ നടപടികളിൽ ഇളവുകൾ വരും. 1.5 വർഷമായി കാണാതായ മലയാളി യുവാവ് മരിച്ചതായി സ്ഥിരീകരണം. തുടർച്ചയായി 4ാം ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണം 200-ൽ താഴെ. കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറുന്നതിന് TC നിർബന്ധമല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ന്യൂസ് ടൈം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Hypermarket. Home delivered. luluhypermarket.com. LLH Hospitals, Medical Centers and Pharmacies, Abu Dhabi and Musaffa. For appointments, call 800-55. ലുലു മണി ആപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ ആവശ്യം അപ്പോൾ പണം. ഡൗൺലോഡ് ലുലു മണി ആപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിനോദ പരിപാടികൾക്കുമായി അബുദാബി 24/7 ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാം. വിശദമായ വാർത്തകൾക്ക് www.abudabi247.tv എന്ന വെബ്സൈറ്റും സന്ദർശിക്കുക. നമസ്കാരം. അബുദാബി 24/7. അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.